ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇപ്പോ ഒരു ലോഡ് സംഭവങ്ങളായി. എല്ലാ പ്രശ്നത്തിനും ഒരേ ഡയലോഗ്. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. കോട്ടയം മെഡിക്കൽ ഹോസ്പിറ്റലിൽ എപ്പ തകർന്നോ അപ്പ തുടങ്ങിയതാ ശനികേട്. അത് കഴിഞ്ഞ് ദാ വരണോ ഹാരിസിന്റെ പ്രശ്നം. അത് അയാളുടെ തലമുണ്ടക്ക് തന്നെ ഇടാൻ നോക്കിയതാ. പക്ഷെ അത് മീഡിയക്കാരുള്ളതും കൊണ്ട് ആ ഹാരിസ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ കട്ടേന് ജയിലിൽ കടന്നേനെ. അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സ് ഇല്ല, അതുകൊണ്ട് സർജറി നടന്നില്ല. ഇത് അവരുടെ പേഴ്സണൽ കംപ്ലൈന്റ് ഒന്നുമല്ല, ഇതൊരു കപ്പാസിറ്റിയുടെ പ്രശ്നമാണ്. അങ്ങനെ എല്ലാ കേസുകളും ഒതുക്കി തീർത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് സമാധാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ വരുന്നു മെഡിക്കൽ കോളേജിൽ വയറ്റിന്റെ ഉള്ളിൽ കത്രിക. എന്താണ് ഈ ഡോക്ടർമാർക്ക് എന്താ കണ്ണൊന്നും കാണില്ലേ? ആ പ്രശ്നം എന്തായാലും ആരോഗ്യമന്ത്രിയുടെ തലയിലിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ആരോഗ്യമന്ത്രി ഭരിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് പ്രോപ്പർ കൺസെന്റ് ഇല്ലാണ്ട് ഒരു സർജറി നടന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? മെഡിക്കൽ എത്തിക്സിന് പോലും ക്വസ്റ്റ്യൻ ചെയ്ത അവസ്ഥയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ തിരക്കും കൊണ്ട് കൊള്ളയാണ്. നല്ല ഡോക്ടർമാരുണ്ട്, അതുകൊണ്ട് തന്നെ തിരക്ക്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബില്ലുകൾ കൂടുന്നതും കൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവിടെയാണെങ്കിൽ ബെഡ് ഇല്ലാത്തതുകൊണ്ട് താഴെ കിടക്കുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ഒരു ആരോഗ്യമന്ത്രിയുടെ വകുപ്പിൽപ്പെട്ട കാര്യമാണ്. പോരാത്തതിന് ഡോക്ടറൊക്കെ നഴ്സിനൊക്കെ ഓവർലോഡാണ്. അപ്പൊ ഈ ഓവർലോഡ് ആവുമ്പോ തന്നെ അവർ ചിലപ്പോൾ അറിയാണ്ട് കത്രികയൊക്കെ വയറ്റിന്റെ ഉള്ളിൽ ചിലപ്പോൾ മറന്നു വെച്ചു എന്നൊക്കെ വരും. അപ്പോഴാണ് മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സിന്റെ സ്ട്രൈക്ക് വരുന്നത്. സ്റ്റാഫുകൾ ഡിസാറ്റിസ്ഫൈഡ് ആയ അവരങ്ങനെയാ ശരിക്കും പറഞ്ഞ പേഷ്യന്റിനെ കെയർ ചെയ്യുക. ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വരുന്നതിന് മുമ്പുള്ള ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായപ്പോൾ ഹെൽത്ത് സെക്ടർ കേരളത്തിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രൈഡ് തന്നെ ആയിരുന്നു. ശൈലജ ടീച്ചർ ഉണ്ടായപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീണ ജോർജ് എപ്പോൾ ആരോഗ്യമന്ത്രിയോ അപ്പൊ തുടങ്ങി എല്ലാ ബിൽഡിങ്ങും പൊളിഞ്ഞു വീഴാൻ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആശുപത്രിയിൽ പോവാൻ തന്നെ പേടിയാണ്. എങ്ങാനും ചത്തിട്ടാണ് തിരിച്ചു വരണമെങ്കിലോ? എന്ത് പ്രശ്നം വന്നാലും അന്വേഷണത്തിന് ആളെ അയച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവം, സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ. പബ്ലിക് ഇപ്പൊ നിങ്ങൾ പറയുന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ഒരു ആക്ഷൻ എടുക്കുകയാണ് ശരിക്കും വേണ്ടത്. വീണ ജോർജ് എന്ന പോസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല. അത് 24 hours ഓൺ ഡ്യൂട്ടിയുടെ പോസ്റ്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം എടുത്താലേ ഒരു മന്ത്രിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമുക്കും അറിയാം. പക്ഷെ ഈ പ്രശ്നങ്ങൾ വരാൻ എന്താ കാരണം എന്നുള്ളത് ശരിക്കും ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും.